സമാദരണീയ ഭക്തസജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന സവിശേഷ പരിപാടിയിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചമ്മന്തിട്ടക്കാവിലെ സ്വയംഭൂവായ വനദുർഗ ക്ഷേത്ര സന്നിധിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഹരിത ഭംഗിയിൽ മൂടി നിൽക്കുന്ന നീലഗിരി മലകളിൽ നിന്നൊഴുകിയെത്തുന്ന മനോഹരിയായ കരിമ്പുഴയുടെ തീരത്ത് കാവു സങ്കല്പത്തിൽ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന സ്വയംഭൂവായ ഈ വനദുർഗാ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം 6000 വർഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രകൃതിയിൽ നിന്നും പെയ്തിറങ്ങുന്ന മഴയും മഞ്ഞും സൂര്യകിരണങ്ങളും വൃക്ഷങ്ങൾ പൊഴിക്കുന്ന ഇലകളും ഈ ആദിപരാശക്തിയെ തഴുകി തലോടുന്ന കാഴ്ച ഏതൊരു ഭക്തൻ്റെയും മനം കുളിർപ്പിക്കുന്നു. സ്വയംഭൂവായ വനദുർഗയെ സൗമ്യഭാവത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. ദ്വാപര യുഗത്തിൽ കുറേ ബ്രാഹ്മണ ശ്രേഷ്ഠർ ഈ ദേശത്ത് താമസിച്ചിരുന്നു. അവരാണ് ഈ സ്വയംഭൂ ശില കണ്ടെത്തി ഇതിലെ ചൈതന്യം തിരിച്ചറിഞ്ഞ് പൂജകൾ നടത്തിയിരുന്നതും ദേവിയെ ഉപാസിച്ചു പോന്നതും. ഒരിക്കൽ മഹാപരാക്രമയും ദൈവവിരോധിയുമായ ഭഗൻ ഈ ബ്രാഹ്മണ സമൂഹത്തെ ഭീതിപ്പെടുത്തുകയും അപായപ്പെടുത്തുകയും ചെയ്തു. ജീവിതം ദുസ്സഹമായപ്പോൾ ബ്രാഹ്മണന്മാർ അവരുടെ പരദേവതയായ അയ്യപ്പനെയും കൊണ്ട് ഈ ദേശം വിട്ട് മഞ്ചേരിക്കടുത്ത് കരിക്കാട് എന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. പൂജകൾ മുടങ്ങി കാലങ്ങളോളം ക്ഷേത്രം അടഞ്ഞുകിടന്നെങ്കിലും സ്വയംഭൂവായ വനദുർഗയ്ക്ക് അശുദ്ധിയോ ചൈതന്യ ലോപമോ വന്നില്ല എന്നത് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാലങ്ങൾക്ക് ശേഷം ക്ഷേത്രം ക്ഷത്രിയരുടെ കൈവശം വന്നു ചേരുകയും പിന്നീട് രാജഭരണത്തിന് കീഴിൽ ആവുകയും ചെയ്തു. ബ്രാഹ്മണരുടെ പരദേവതയായ അയ്യപ്പനെ അവർ ഇവിടെ നിന്നും കൊണ്ടുപോയെങ്കിലും അയ്യപ്പൻ്റെ പൂർണ്ണ ചൈതന്യം ഇന്നും ഇവിടെ നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ദേവിയുടെ ഇടതുഭാഗത്ത് നാലമ്പലത്തിന് പുറത്ത് പ്രത്യേക ശ്രീകോവിലിൽ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ വേട്ടക്കുരുമകൻ്റെയും കാളിയുടെയും ചൈതന്യമുള്ളതിനാൽ മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ മകയിരം വരെയുള്ള കളംപാട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. കാളിയും വേട്ടക്കുരുമകനും കൂടാതെ ഹനുമാനും ശിവനും വിഷ്ണുവും ഈ പുണ്യഭൂമിയിൽ ചൈതന്യം തുളുമ്പി നിൽക്കുന്നു. ശൈവ വൈഷ്ണവ ശാക്തേയ സംഗമഭൂമിയായ ഈ പുണ്യസങ്കേതത്തിനോട് ചേർന്നൊഴുകുന്ന കരിമ്പുഴയുടെ തീരത്തെ പിതൃതർപ്പണം ഏറെ പ്രാധാന്യമർഹിക്കുന്നതായി പ്രശ്നവിധിയിൽ തെളിഞ്ഞതിനാൽ ധാരാളം ഭക്തരാണ് ഈ പുണ്യ നദീതീരത്ത് പിതൃതർപ്പണം നടത്തുന്നത്. പിതൃതർപ്പണം നടത്തി ദേവിക്ക് നെയ്വിളക്ക്, മാല, കഠിന പായസം എന്നിവ നടത്തിയാലേ പിതൃതർപ്പണ കർമ്മത്തിന് പൂർണ്ണത വരൂ എന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞു. ഈ നദിക്കരയിലെ മീനൂട്ടും ഏറെ പ്രാധാന്യമുള്ളതാണ്. മീനൂട്ട് നടത്തുന്നതോടെ ശത്രുദോഷവും കുടുംബ ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും വന്നു ചേരുമെന്നതിനാൽ നൂറുകണക്കിന് ഭക്തരാണ് ദിനംപ്രതി ഇവിടെ മീനൂട്ട് നടത്തിവരുന്നത്. ശത്രുദോഷ പരിഹാരത്തിനും വിദ്യാലബ്ധിക്കും മുട്ടറക്കൽ വഴിപാട് ഏറെ ഫലം കണ്ടുവരുന്നു. ദൂരദേശങ്ങളിൽ നിന്നുവരെ ധാരാളം ഭക്തരാണ് ഈ വഴിപാടിനായി ക്ഷേത്രത്തിലെത്തുന്നത്. ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും കുടുംബ ഐശ്വര്യത്തിനും നെൽപ്പറ വഴിപാട് ഏറെ പ്രാധാന്യമുള്ളതാണ്. മംഗല്യഭാഗ്യത്തിനുള്ള സ്വയംവര പുഷ്പാഞ്ജലിയുടെ ഫലസിദ്ധി വഴിപാട് നടത്തുന്ന ഭക്തരുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒന്നാണ്. കാടാമ്പുഴ ക്ഷേത്രത്തോളം പ്രാധാന്യമുള്ളതും കാടാമ്പുഴ പൂജാവിധികൾക്ക് സമാനമായി കരിമ്പുഴയുടെ തീരത്തെ പുണ്യതീരമാക്കി മാറ്റുന്ന ആദിപരാശക്തിയായ ഈ വനദുർഗാ ക്ഷേത്രം മലപ്പുറത്തെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. കാടാമ്പുഴയിൽ നടത്തപ്പെടുന്ന പൂമൂടലിൻ്റെ അത്ര തന്നെ പ്രാധാന്യവും ഫലസിദ്ധിയും ഇവിടുത്തെ പൂമൂടലിനുണ്ട് എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. 3 മാസത്തോളം മുമ്പേ തന്നെയാണ് ഈ വഴിപാട് നടത്തുന്നതിന് രശീതിയെടുത്ത് ഭക്തർ കാത്തിരിക്കുന്നത് എന്നത് തന്നെ പൂമൂടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചെമ്മൻതിട്ട ഗ്രാമം മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പൊൻദീപപ്രഭയിൽ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ച നയനമനോഹരമായ ഒന്നാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ പ്രാധാന്യമാണ് ഈ ക്ഷേത്ര ദർശനം. ചോറൂണും വിദ്യാരംഭവും ഇവിടെ ഏറെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്നു.
കാർത്തിക വിളക്ക് എടുക്കുന്നതിനായി കുട്ടികളും മുതിർന്നവരുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കാർത്തിക വിളക്ക് എടുക്കുന്നത് മംഗല്യഭാഗ്യത്തിന് ഏറെ ഉത്തമമായി കാണുന്നു. ഉത്സവ ദിവസങ്ങളിൽ നടക്കുന്ന പ്രസാദഊട്ടും മീനൂട്ടും ഏറെ പ്രാധാന്യമുള്ളതാണ്. കളംപാട്ട് ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പാട്ടുപുര ക്ഷേത്ര തനിമ നഷ്ടപ്പെടാതെ ഇന്നും സംരക്ഷിക്കുന്നു. ഇവിടെ വച്ചാണ് കുറുപ്പന്മാർ ദേവിക്കുള്ള കോലങ്ങൾ തീർക്കുന്നത്. ഉപദേവന്മാരായി അയ്യപ്പനും വള്ളിയങ്കാവ് ഭഗവതിയും ഗണപതിയും ക്ഷേത്രപാലകനും നാഗങ്ങളും വനദുർഗയും ശിവനും വേട്ടയ്ക്കൊരു മകനും രക്തേശ്വരിയും മണികണ്ഠനും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കാവ് സങ്കല്പ തിരുശേഷിപ്പുകളിലൊന്നായ ഈ ക്ഷേത്രവും ഈ കാവും സംരക്ഷിക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയാണ് എന്നത് ഭഗവതിയും ഇവിടെ എത്തുന്ന ഭക്തനും തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.